ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എങ്ങനെ ഒരു MS വേർഡിനകത്ത് ഷേപ്സ് കൊണ്ടുവരാം. ദാറ്റ് മീൻസ് ആരോ മാർക്ക് അല്ലെങ്കിൽ സർക്കിള്, ഒരു ട്രയാങ്കിള് അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ, ഇങ്ങനെയുള്ള ഷേപ്പ് എങ്ങനെ നമ്മുടെ MS വേർഡിനകത്ത് കൊണ്ടുവരാം. ഇതിനായിട്ട് നമ്മൾ ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഇൻസേർട്ട് എന്ന ടാബ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഷേപ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. ആ ഷേപ്പ് എന്ന ഓപ്ഷൻ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഇവിടെ റീസെൻ്റ്ലി യൂസ്ഡ് ഷേപ്സ് ഉണ്ട്, ലൈൻസ് ഉണ്ട്, റെക്റ്റാങ്കിൾസ് ഉണ്ട്, ബേസിക് ഷേപ്പ് ഉണ്ട്, ബ്ലോക്ക് ആരോസ് ഉണ്ട്, ഇക്വേഷൻ ഷേപ്പ് ഉണ്ട്, ഫ്ലോ ചാർട്ടിൻ്റെ ആരോസ് ഉണ്ട്, സ്റ്റാർസ് ആൻഡ് ബാനേഴ്സ് ഉണ്ട്, കാൾഔട്ട്സ് ഉണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്താണ് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ 10 എന്ന് പറഞ്ഞ സെലക്ട് ചെയ്യുന്നു, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഡീഫോൾട്ടായിട്ടൊരു ബ്ലൂ കളറിലാണ് വരുന്നത്. എനിക്ക് ഈ ബ്ലൂ കളറ് വേണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ആരോ മാത്രം മതിയെങ്കിൽ എനിക്ക് എന്ത് ചെയ്യുക, ആ ഒരു സ്റ്റാർ മാത്രം മതിയെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, സൈഡിൽ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വെച്ച് കളറോ അല്ലെങ്കിൽ കളർ വേണ്ടെങ്കിലോ ഇഷ്ടമുള്ള നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഇനി ഈ ഷേപ്പിൻ്റെ ഔട്ട്ലൈൻ ഇതിൽ ഡീഫോൾട്ടായിട്ട് 7 കളറേ ഉള്ളൂ. ഇനി അതിൽ കൂടുതൽ കളർ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സെലക്ട് ചെയ്യാം. ഇനി മോർ കളേഴ്സ് വേണമെങ്കിൽ മോർ കളേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഇനി ഷേപ്പ് ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് ഒന്നെങ്കിൽ കളേഴ്സ് ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രേഡിയൻറ്റ് നമുക്ക് ഇഷ്ടമുള്ള ഗ്രേഡിയൻറ്റ് എന്ത് ചെയ്യാം, ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ പിക്ചേഴ്സ് ഫില്ല് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് എന്ത് ചെയ്യാം, ഫില്ല് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഒരു പിക്ചർ ഉണ്ടെങ്കിൽ ആ പിക്ചർ എന്ത് ചെയ്യാം, ഇതിനകത്ത് ഫില്ല് ചെയ്യാം. സോ ഇങ്ങനെ നമുക്ക് പല ഷേപ്സ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, ഷേപ്സ് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ഇൻസേർട്ടിൽ പോവുക, ഷേപ്പ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു ആരോ മാർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആരോ മാർക്ക് എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം. സോ നമ്മൾ ഡീഫോൾട്ട് ആയിട്ട് ഒരു ബ്ലൂ കളറായിരിക്കും വരുന്നത്. നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോർമാറ്റ് ഷേപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഫോർമാറ്റ് ഷേപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫിൽ എന്നൊരു ഓപ്ഷൻ കാണും, ലൈൻ എന്ന ഓപ്ഷൻ കാണും. ഫിൽ എന്ന ഓപ്ഷനകത്ത് ഈ ആരോ മാർക്കിനകത്തുള്ള ഫില്ലും ലൈൻ എന്ന് പറയുന്നത് ഈ ആരോ മാർക്കിൻ്റെ ഔട്ടർ ലൈനാണ്. സോ ഫിൽ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നോ ഫില്ല് കൊടുത്തു കഴിഞ്ഞാൽ ആരോ മാർക്ക് മുഴുവനായിട്ട് എന്താവും, ആ ഫില്ല് മാറും. ഇനി അവിടെ സോളിഡ് ഫില്ല് കൊടുത്തിട്ട് ഇഷ്ടമുള്ള കളർ കൊടുത്താൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഇഷ്ടമുള്ള കളർ അതിനകത്ത് കൊണ്ടുവരാൻ പറ്റും. ഇവിടെ ട്രാൻസ്പെറൻസി എന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ട്രാൻസ്പെറൻസി അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇത് നമ്മൾ മങ്ങി പോകുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാണാൻ പറ്റും. ഇനി ലൈൻ എന്ന ഓപ്ഷനകത്ത് സോളിഡ് ലൈൻ ഇവിടെ ബ്ലൂ ആണ് കൊടുത്തേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ റെഡ് ആക്കി മാറ്റാം. റെഡ് എനിക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. സോ ആരോ മാർക്കിന് ലൈൻസ് റെഡ് ആക്കി മാറ്റാം. ഓക്കെ, താങ്ക് യു.